നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടതുപക്ഷം തിരുത്തലുകൾക്ക് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇടതുപക്ഷം സ്വയം വിമർശനത്തിന് തയ്യാറാകേണ്ട കാലഘട്ടമാണ് ഇതെന്നും ബിനോയ് വിശ്വം. ജില്ലയിൽ പക്ഷിപ്പനി പടരുന്നു. സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ കള്ളിങ് പ്രവർത്തനങ്ങൾ തുടരുന്നു. ജില്ലയിൽ 1,00,000-ലേറെ പക്ഷികളെ കൊല്ലും. ചേർത്തലയിലെ 7.5 കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ് പിന്നിൽ ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമെന്ന് സൂചന. ബാങ്ക് ഇടപാടുകളുടെ പരിശോധന ആരംഭിച്ചു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. കായംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. ആശുപത്രിയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷം തിരുത്തലുകൾക്ക് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിമർശനങ്ങൾ ഉൾക്കൊള്ളണമെന്നും ബിനോയ് വിശ്വം. രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാനാകില്ല വിമർശനം വേണ്ടി വരും. വിമർശിക്കുമ്പോൾ വിമർശനത്തിൻ്റെ മറുഭാഗത്തുള്ളവരെ പറ്റി നാം എങ്ങനെയാണ് കാണേണ്ടത്? ഒരു പ്രത്യേകതരം രാഷ്ട്രീയമുണ്ട്. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, മറുഭാഗത്ത് എല്ലാം പോക്കാണ്. അതുകൊണ്ട് അവരെപ്പറ്റി എന്തും പറയാം, എങ്ങനെയും പറയാം. അത് കമ്മ്യൂണിസ്റ്റ് വിമർശനത്തിൻ്റെ ശരിയായ മാർഗമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. വിമർശിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആ വിമർശനത്തിൻ്റെ ലക്ഷ്യങ്ങളെയും ഉള്ളടക്കത്തെയും പറ്റി ചിന്തിക്കുമ്പോൾ പശ്ചാത്തലങ്ങളെപ്പറ്റിയും ക്ഷേത്രത്തെപ്പറ്റിയും മറുഭാഗത്ത് നിൽക്കുന്ന ആശയമായാലും വ്യക്തിയായാലും അതിനെപ്പറ്റിയും സമഗ്രതയിൽ മനസ്സിലാക്കാൻ കഴിയേണ്ടവരാണ്. അപ്പോൾ ഭാഷ മുഖ്യമാണ്. ഭാഷാപ്രയോഗത്തിൽ ഭാഷയുടെ രീതികളിൽ എല്ലാം പാലിക്കേണ്ടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സമീപനത്തെപ്പറ്റി ചിന്തിക്കാനാണ് ഈ ഘട്ടം നമ്മൾ ആവശ്യപ്പെടുന്നത്. ഗൗരമ്മയെപ്പറ്റി പറഞ്ഞ വാചകത്തിൻ്റെ ഈ ഘട്ടം അതാണ് ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ പ്രത്യേക അവസ്ഥയിൽ ഇടതുപക്ഷത്തിന് പാഠങ്ങൾ പഠിക്കേണ്ട കടമയുണ്ട്. ആ പാഠം പഠിച്ചേ തീരും. ഇടതുപക്ഷത്തിൻ്റെ എല്ലാ അടിത്തറയും തകർന്നു പോയിട്ടില്ല, പോവുകയില്ല. ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ചോരയും വിയർപ്പുമുണ്ട്, കണ്ണീരുണ്ട്, കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ആ പക്ഷം ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ജീവിതത്തിൽ എത്ര പരാജയങ്ങളെയും അതിജീവിക്കാൻ കെൽപ്പുള്ള പക്ഷമാണെന്ന് എനിക്കുറപ്പാണ്. ഇടതുപക്ഷം സ്വയം വിമർശനത്തിന് തയ്യാറാകേണ്ട കാലഘട്ടമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. കേരളത്തിലെ പ്രത്യേക അവസ്ഥയിൽ ഇടതുപക്ഷം പാഠങ്ങൾ പഠിക്കണം. തിരുത്തലുകൾക്ക് പ്രാധാന്യമുണ്ട്, തിരുത്താൻ മടിക്കരുത്. ജനം ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇളക്കമുണ്ടായില്ല എന്ന് കരുതിയ ചില ബോധ്യങ്ങൾക്ക് ഇളക്കം ഉണ്ടായിരിക്കുന്നു. ജനങ്ങൾക്ക് മുന്നിൽ തെറ്റ് ഏറ്റുപറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ ഇടതുപക്ഷ മൂല്യമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിമർശനത്തിന് ഭാഷ മുഖ്യമാണ്. തങ്ങളെല്ലാം തികഞ്ഞവരാണ്, മറുഭാഗത്തുള്ളവരെല്ലാം പോക്കാണ്. അതുകൊണ്ട് അവരെ എന്തും പറയാം എന്നത് കമ്മ്യൂണിസ്റ്റ് വിമർശനത്തിൻ്റെ ശരിയായ ഭാഗമാണെന്ന് ചിന്തിക്കുന്നില്ല. വിമർശിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ മറുഭാഗത്ത് നിൽക്കുന്നവരുടെ ചരിത്രത്തെയും ആശയങ്ങളെയും വ്യക്തിത്വത്തെയും സമഗ്രതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഭാഷാപ്രയോഗത്തിൽ പാലിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് സമീപനത്തെപ്പറ്റി ചിന്തിക്കാനാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. JSS ബീനാകുമാരി വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ YMCA ഹാൾ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ പ്രസിഡന്റ് സംഗീത് ചക്രപാണി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് AM ആരിഫ് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ഡോക്ടർ PC ബീനാകുമാരി, അഡ്വക്കേറ്റ് PR പവിത്രൻ, TJ ആഞ്ചലോസ്, K ശിവാനന്ദൻ, M ബാവ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലും 1.5 കിലോമീറ്റർ ചുറ്റളവിലും കള്ളിങ് ജോലികൾ ആരംഭിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലും 1 കിലോമീറ്റർ ചുറ്റളവിലും കള്ളിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജില്ലയിലാകെ 1,00,000-ലേറെ പക്ഷികളെ കൊല്ലും. ചേർത്തല പള്ളിപ്പുറത്ത് 3, 11, 15 വാർഡുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള 34,000-ഓളം പക്ഷികളെ കൊന്ന് മറവു ചെയ്യും. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി പടരുന്നു. പള്ളിപ്പുറത്ത് മാത്രമായി 30,000-ഓളം പക്ഷികളെയാണ് കൊന്നൊടുക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെങ്ങന്നൂർ ഹാച്ചറിയിൽ ഉൾപ്പെടെ ജില്ലയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 8 സ്ഥലങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ചേർത്തല നഗരസഭ 4-ാം വാർഡ്, പള്ളിപ്പുറം പഞ്ചായത്ത് 3, 5, 11 വാർഡുകൾ, തണ്ണീർമുക്കം പഞ്ചായത്ത് 18-ാം വാർഡ് എന്നിവിടങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പള്ളിപ്പുറം പഞ്ചായത്തിൽ മാത്രം 3 വാർഡുകളിലായി 4 സ്ഥലങ്ങളിലാണ് സ്ഥിരീകരിച്ചത്. പള്ളിപ്പുറത്ത് ഏകദേശം 30-35 ഫാമുകളും ഉണ്ട്, 10-30,000 കോഴിയോളം ഉണ്ട്. ഞങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കോഴിക്കൃഷി വലിയ നഷ്ടമില്ലാത്തത് കൊണ്ട് കോഴിക്കൃഷിയിലാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. ആയതുകൊണ്ട് ഇന്ന് ഒരു 40-ാമത്തെ ദിവസം ഒരു 200-200 കോഴി ഉണ്ടാവും, കിലോ ഉണ്ടാവും. ഇന്ന് ഫാം റേറ്റ് എന്ന് പറഞ്ഞാൽ 120 രൂപയാണ്. ആ 120 രൂപ വെച്ച് എങ്ങനെ വന്നാലും നമുക്ക് 3500 കോഴിക്ക് ഒരു 9,00,000
20,000 രൂപയോളം നമുക്ക് നഷ്ടമുണ്ടാകുകയാണ്. ഈ നഷ്ടം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് തന്ന് ഈ കോഴി കൃഷിക്കാരെ ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ നഷ്ടമാണ്. കാരണം ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്. ഞങ്ങൾ ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോൾ 3 മാസത്തേക്ക് കോഴി വളർത്തരുത് എന്നുള്ള ഒരു ഓർഡറും കൂടി വന്നതോടുകൂടി കർഷകർ പ്രതിസന്ധിയിലായി. ഈ പ്രതിസന്ധിയിലായ കർഷകരെ രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കേരള സർക്കാർ. ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി എത്രയും വേഗം സർക്കാർ സ്വീകരിക്കണം. നഷ്ടം 200 രൂപ വെച്ച് തരും എന്നാണ് പറയുന്നത്. അത് മാത്രം പോരാ, ഞങ്ങൾക്ക് സൗജന്യ റേഷൻ വേണം. ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങളുടെ ജീവിത ചെലവിനാവശ്യമായ പണം അതെല്ലാം സർക്കാർ തരണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. പള്ളിപ്പുറം പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പക്ഷികളെ കൊന്നു മറവ് ചെയ്യുന്നത്. രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിലെ കോഴി, താറാവ് ഉൾപ്പെടെയുള്ള 35,000-ഓളം പക്ഷികളെ കൊന്ന് മറവ് ചെയ്യാനുള്ള നടപടികളാണ് ആരംഭിച്ചത്. പഞ്ചായത്തിലെ 10ഓളം വാർഡുകളും തൈക്കാട്ടുശ്ശേരി, വയലാർ പഞ്ചായത്തുകളിലെ കുറച്ച് ഭാഗവും കള്ളിങ് പരിധിയിൽ വരും. ഈ മേഖലകളിലെല്ലാം കള്ളിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിൽ വ്യാപാരിയിൽ നിന്നും പണം തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം കേരളത്തിന് വെളിയിലേക്ക്. മുംബൈ പോലീസുകാരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച വ്യാപാരിയിൽ നിന്നും 61.40 ലക്ഷം തട്ടിയ സംഭവത്തിൽ മുഖ്യപ്രതികൾക്കായുള്ള അന്വേഷണം കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചു. ബംഗാൾ, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ബാങ്കുകളിൽ പ്രതികൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുമുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില മലയാളികൾക്കും തട്ടിപ്പിൽ പങ്കുള്ളതായി വിവരമുണ്ട്. പോലീസ് അടുത്ത ദിവസം ഈ സംസ്ഥാനങ്ങളിലേക്ക് പോകും. ഫോണിൽ വിളിച്ച മുംബൈയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും വ്യാപാരിക്കെതിരെ കേസെടുക്കണമെന്നും പറഞ്ഞാണ് ചേർത്തലയിലെ വ്യാപാരിയിൽ നിന്നും 61.40 ലക്ഷം രൂപ തട്ടിയത്. കേസിൽ അറസ്റ്റിലായ 4 പ്രതികളിൽ 2 പേരെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള പോലീസിന്റെ അപേക്ഷ ചേർത്തല മജിസ്ട്രേറ്റ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. കേസുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കരുതുന്ന 2 പേരെ ആദ്യം ചോദ്യം ചെയ്യാനാണ് തീരുമാനം. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി ആദിൽ മിഥിരാജ്, വയനാട് മാനന്തവാടി കൊല്ലൂർ സ്വദേശി നിബിൻ നിയാസ്, വയനാട് മാനന്തവാടി സ്വദേശി മുഹമ്മദ് റിസ്വാൻ, എറണാകുളം ഐക്യനാട് സ്വദേശി എബിൻ പി ജോസ് എന്നിവരെയാണ് ചേർത്തല പോലീസ് പിടികൂടിയത്. ഇതിൽ ആദിൽ മിഥിലാജ്, എബിൻ പി ജോസ് എന്നിവരെ കസ്റ്റഡിയിൽ ലഭിക്കാനാണ് പോലീസ് അപേക്ഷ നൽകിയത്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിൽ ഓൺലൈൻ തട്ടിപ്പ് പിന്നിൽ ഗുജറാത്ത് സംഘമെന്ന നിഗമനം. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനെന്ന പേരിൽ ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് ഓൺലൈൻ വഴി 7.65 കോടി രൂപ തട്ടിയെടുത്തത് ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണെന്ന് വ്യക്തമായി. അന്വേഷണ സംഘം അടുത്ത ദിവസം ഗുജറാത്തിലേക്ക് പോകും. ഡോക്ടർ ദമ്പതികളുടെ അക്കൗണ്ട്, പണം അയച്ചു നൽകിയ അക്കൗണ്ടുകൾ, മറ്റ് ബാങ്ക് ഇടപാടുകൾ എന്നിവയുടെ പരിശോധന ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്കിംഗ് വിദഗ്ധരുടെ സഹായത്തോടെയാണ് പരിശോധനയെന്ന് കേസ് അന്വേഷിക്കുന്ന ചേർത്തല പോലീസ് അറിയിച്ചു. 5 കോടി രൂപയ്ക്ക് മുകളിലുള്ള തട്ടിപ്പുകൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. വാട്സപ്പ് വഴി ലിങ്ക് അയച്ചു കൊടുത്ത ഗ്രൂപ്പിൽ ചേർത്ത് നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു തട്ടിപ്പുകാരുടെ രീതി. കൊള്ളലാഭത്തിന്റെ കണക്കുകളും നൽകി. നിക്ഷേപം കൂടിയതോടെ ലാഭവും ചേർത്ത 39.72 കോടി രൂപയുടെ ഇന്റേണൽ ഇക്വിറ്റി അക്കൗണ്ടിൽ ഉള്ളതായി വ്യാജരേഖകൾ അയച്ചു കൊടുത്തു. തുടർന്ന് നിക്ഷേപം 15 കോടിയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ദമ്പതികൾ ഇതിന് വഴങ്ങാതായപ്പോഴാണ് അക്കൗണ്ട് മരവിപ്പിച്ചെന്നും നിക്ഷേപിച്ച തുക തിരികെ കിട്ടണമെങ്കിൽ 2 കോടി കൂടി നൽകണമെന്നും ആവശ്യപ്പെട്ടത്. ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെ ഇവർ പരാതി നൽകുകയായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനെ കോൺഗ്രസ് ഉപരോധിച്ചു. വിവിധ കാരണങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിൽ ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി പണമടയ്ക്കണം എന്നുള്ള ഹോസ്പിറ്റൽ അധികാരികളുടെ തീരുമാനം പിൻവലിക്കണമെന്നും ബില്ലടയ്ക്കുന്നത് കാഷ്വാലിറ്റിയിലെ കൗണ്ടറിൽ നിന്നും മാറ്റി ലാബിൽ തന്നെ ബില്ലടയ്ക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടും ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരുടെ കുറവ് ഉടനടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ഉപരോധ സമരത്തെ തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലാബിൽ ബില്ലടയ്ക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്താമെന്നും സൂപ്രണ്ട് ഉറപ്പു നൽകി. ഉപരോധ സമരത്തിന് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്തിയൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി സജീദ് ഷാജഹാൻ, സുജിത്ത് കണ്ണൻ, ഹാഷിം സേട്ട്, ലൂക്കുമാൻ, അജി കൊല്ലത്ത്, ഇർഫാൻ എസ്, സൽമാൻ വലിയ പറമ്പിൽ, അനീഷ് മങ്കാട്ട്, അസ്ലാം, ആരിഫ് വിഷ്ണു, ജിതിൻ,
സത്മി, സജാദ്, പാർവതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ത്തിന്റെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്ന കായംകുളം താലൂക്ക് ആശുപത്രി ഏറ്റവും വലിയ ശോചനീയമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോകുന്നത്. വൈകുന്നേരം, പ്രത്യേകിച്ച് മഴക്കാലങ്ങളായതുകൊണ്ട് തന്നെ ഡെങ്കി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുമ്പോൾ വൈകുന്നേരത്തിന് ശേഷം OP കഴിഞ്ഞുള്ള സമയത്തിന് ശേഷം 2 ഡോക്ടർമാരുടെ ലഭ്യത ഉണ്ടാകേണ്ടിടത്ത് നിരന്തരമായ ദിവസങ്ങളിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഈ താലൂക്ക് ആശുപത്രിയിൽ ലഭിക്കുന്നത്. ഈ ഡോക്ടർമാരെ അടിയന്തരമായി വെക്കുക എന്നുള്ള ആവശ്യവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിവിടെ സൂപ്രണ്ടിനെ ഉപരോധിക്കാൻ വന്നിട്ടുള്ളത്. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ ബില്ലടച്ചതിന് ശേഷം മാത്രമേ അവരുടെ ബ്ലഡ് സാമ്പിൾ പോലും കളക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് യൂത്ത് കോൺഗ്രസ് വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇന്ന് കായംകുളത്തെ സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. ഇതിനകത്തൊരു കാര്യം വ്യക്തമായി പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളത്തെ മുനിസിപ്പാലിറ്റി 2 ഡോക്ടർമാരെ മുനിസിപ്പാലിറ്റി കൊടുക്കേണ്ട 2 ഡോക്ടർമാരുടെയും ഇവിടെ കുറവുണ്ട്. അപ്പോൾ ആ കുറവ് ഉൾപ്പെടെ നികത്തണം, അതിലേക്ക് ഡോക്ടർമാരെ നിയമിക്കണം. കൃത്യമായി സർക്കാർ സംവിധാനം ഇതിനകത്ത് ഇടപെടണമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം. ടൈനൂസ് ആലപ്പുഴ. മലിനജല സംസ്കരണത്തിനുള്ള പുതിയ സാങ്കേതിക വിദ്യ ചേർത്തലയിൽ പരീക്ഷിച്ച് പരിചയപ്പെടുത്തി. ഉപയോഗജല സംസ്കരണത്തിന് ജാപ്പനീസ് സാങ്കേതിക വിദ്യയാണ് പയ്യന്നൂർ സ്വദേശിയും കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ഹരീഷ് നമ്പ്യാർ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലുള്ള മറ്റെല്ലാ സാങ്കേതിക വിദ്യകളെക്കാളും ചെലവ് കുറവും ലളിതവുമാണ് ഈ സാങ്കേതിക വിദ്യയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേർത്തല താലൂക്കിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കാറ്ററിംഗ് അസോസിയേഷൻ പ്രതിനിധികൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ, ഹരിത കേരള മിഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പ്രദർശനത്തിന് സാക്ഷ്യം വഹിച്ചു. 1 മണിക്കൂറിൽ 2000 ലിറ്റർ ഉപയോഗജലം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള ടെമ്പോ വാനിൽ സജ്ജീകരിക്കുന്ന സംസ്കരണ സംവിധാനമാണ് സ്ക്വാസ് സൊല്യൂഷൻസ് ചേർത്തലയിൽ പ്രദർശനത്തിനെത്തിച്ചത്. മലിനജലത്തിലെ 90% മാലിന്യവും നീക്കം ചെയ്യാൻ ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ധാതുക്കളുടെ മിശ്രിതം വഴി കഴിയും. മലിനജലത്തിലേക്ക് പൊടി രൂപത്തിലുള്ള മിശ്രിതം ചേർത്ത് മോട്ടോർ ഉപയോഗിച്ച് ശക്തമായി ഇളക്കുമ്പോൾ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഖരമാലിന്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് അവക്ഷിപ്തമായി മാറുന്നു. ഇതിനെ കേക്കാക്കി മാറ്റുന്ന സ്ക്രൂ പ്രസ് സാങ്കേതിക വിദ്യയും ഇതിന്റെ ഭാഗമാണ്. നിലവിലെ മിക്കവാറും എല്ലാ ഹോട്ടലുകളും ചെയ്യുന്നൊരു സംഗതി അവരുടെ വേസ്റ്റ് വാട്ടർ ഒരു ടാങ്കിൽ ശേഖരിച്ച് വയ്ക്കുകയും അത് സക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ടാങ്കർ ഏജൻറ്റുമാർക്ക് അത് കൈമാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ടാങ്കർ ഏജൻറ്റുമാരുടെ പണിമുടക്കിനെ തുടർന്ന് പല ഹോട്ടലുകളും പൂട്ടേണ്ട സാഹചര്യം ചേർത്തലയിലടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഈ മേഖലയിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു പരിശോധന നടത്തിയത്. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടൊരു പുതിയ ടെക്നോളജിയാണ് ഇപ്പോൾ ചേർത്തലയിൽ നമ്മളിവിടെ പരീക്ഷിച്ച് നോക്കുന്നത്. സ്ക്വാസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനി, മലയാളിയായിട്ടുള്ള ഡോക്ടർ ഹരീഷ് നമ്പ്യാരെ റൺ ചെയ്യുന്നൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഒരു കൊയാഗലൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോട്ടൽ വേസ്റ്റ് വാട്ടർ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലായത്. ഒരു കലങ്ങിയ വെള്ളമാണ് നമുക്ക് ഇവിടുത്തെ ടാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിനെ തെളിഞ്ഞ വെള്ളമാക്കി ഇവിടെ മാറ്റിയതായിട്ട് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ അത് മാറ്റിയതായിട്ട് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഉപയോഗിക്കുന്ന സ്ക്വാസ് സൊല്യൂഷൻ, സ്ക്വാസ് പൗഡർ, ഒരു 7ഓളം മിനറൽസ് ചേർന്ന ഒരു പൗഡറാണത്. ജാപ്പനീസ് പേറ്റൻ്റ് ഉള്ളതാണ്, അദ്ദേഹത്തിന് പേറ്റൻ്റ് ഉള്ളതാണ്. ആ പൗഡർ ഉപയോഗിച്ചാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സംഖ്യ ഇത് ചിലവ് കുറഞ്ഞതും കൂടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലെ ഹോട്ടലുകാർക്ക് പലർക്കും പ്ലാന്റുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ വലിയ ആവർത്തന ചെലവ്, മെയിൻ്റനൻസ് കോസ്റ്റ് കൊണ്ട് നടത്താൻ കഴിയാത്ത സാഹചര്യം ഹോട്ടലുകൾക്കുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി ചിലവ് കുറഞ്ഞതും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണ പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം ലഭിക്കുന്ന അവശിഷ്ടവും സംസ്കരണ ശേഷമുള്ള ജലവും കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് ഹരീഷ് കൂട്ടിച്ചേർത്തു. ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ശുദ്ധീകരണ സംവിധാനം ഒരുക്കാനും സ്ഥല സൗകര്യം ലഭ്യമായ ഇടങ്ങളിൽ തനത് ശുദ്ധീകരണ സംവിധാനം ഒരുക്കുന്നതിനും സ്ഥലം ലഭ്യമാകുന്ന പക്ഷം വലിയ തോതിൽ ജലം ശുദ്ധീകരിക്കുന്നതിന് സംവിധാനം ഒരുക്കാൻ സന്നദ്ധമാണെന്നും അതിനായി അസോസിയേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഹരീഷ് അറിയിച്ചു. ഒരു വാഷിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ചെലവിൽ ജലശുദ്ധീകരണം നടത്താനാകുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ സവിശേഷതയെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മനാഫസ് കുബാബ അഭിപ്രായപ്പെട്ടു. പ്രദർശനത്തിന് ശേഷം ചേർത്തല ഹട്ട്സ് റെസ്റ്റോറന്റിൽ നടന്ന സംശയ നിവാരണ സെഷനിൽ നഗരസഭാ ക്ഷേമകാര്യം സ്ഥിരം സമിതി ചെയർമാൻ ജി രഞ്ജിത്ത്, നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രാജേഷ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളായ മനാഫ് കുബാബ, വി മുരളീധരൻ, NH നവാസ്, ജി മോഹൻദാസ്, അപ്സര ബെന്നി, അൻസിൽ അൻസാരി, ഷാജി കുട്ടനാട്, MA ജെയിംസ്, MA കരീം, ജെയിംസ് കുട്ടി തോമസ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആയുഷ് യോഗ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംസ്ഥാനത്തുടനീളം 10,000 ആയുഷ് യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് മണ്ണഞ്ചേരി പഞ്ചായത്തിലും പദ്ധതി നടപ്പിലാക്കുന്നത്. ജീവിതശൈലിയിലുണ്ടാകുന്ന വ്യതിയാനം മൂലം വർദ്ധിച്ചു വരുന്ന പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ മുതലായവയെപ്പറ്റി കൃത്യമായ അവബോധം നൽകുന്നതിനും അവയെ പ്രതിരോധിക്കുന്നതിനായി യോഗ പരിശീലനത്തോടുകൂടിയ ജീവിതശൈലി പ്രചരിപ്പിക്കുന്നതിനും ആയുഷ് യോഗ ക്ലബ്ബുകൾ സഹായിക്കും.
ക്ലബ്ബുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന, ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യോഗ. അത് നിങ്ങൾ കുട്ടികളടക്കം, ഇവിടെ ഇരിക്കുന്ന കുട്ടികളടക്കം ചെയ്ത് പരിശീലിച്ച് നല്ല ആരോഗ്യമുള്ള, നല്ല മനസ്സിന് ശാക്തീകരണമുള്ള, മനസ്സിന് നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ ഇത്തരത്തിലുള്ള മണ്ണഞ്ചേരി ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത് അധ്യക്ഷത വഹിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശ്രീനിജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ഉദയമ്മ, ലതിക ഉദയൻ, ധനലക്ഷ്മി, സുധർമ്മ, ഗീതകുമാരി ടീച്ചർ, ദാറുൽ ഹുദ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കോയാത്തങ്ങൾ, മെമ്പർ CM കാസിം, ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ S ജയശ്രീ എന്നിവർ പ്രസംഗിച്ചു. മണ്ണഞ്ചേരി ഗവൺമെന്റ് സിദ്ധ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ ഡോക്ടർ സംഘമിത്ര സ്വാഗതവും ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രോഹിണി S കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. യോഗ ഇൻസ്ട്രക്ടർ ജെസി ജോണിന്റെ നേതൃത്വത്തിൽ ദാറുൽ ഹുദ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ പങ്കെടുത്തവർക്കുമായി യോഗ പരിശീലനവും ഒരുക്കിയിരുന്നു. ടൈം ന്യൂസ്, മുഹമ്മ. മുഹമ്മ AB വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷകളിലെ ഉന്നത വിജയികളെയും USS NMMS വിജയികളെയും കായിക താരങ്ങളെയും അനുമോദിക്കാനാണ് AB വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊൻതിളക്കം 2024 സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ അവാർഡ് ജേതാവും ടെക്ജൻഷ്യ CEO ജോയ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. നിങ്ങൾക്കും ഇതൊക്കെ കഴിയും. നമ്മുടെ കുട്ടികൾ, അതായത് നിങ്ങളെപ്പോലത്തെ കുട്ടികൾ തന്നെ ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് ലോകത്തിലെ വമ്പന്മാർ. മൈക്രോസോഫ്റ്റിനോടൊക്കെ ഞങ്ങൾ മത്സരിക്കുകയാണ്, ഇപ്പോൾ സിസ്കോയോട് മത്സരിക്കുകയാണ്, ഗൂഗിളിനോട് മത്സരിക്കുകയാണ്, സൂമിനോട് മത്സരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ പ്രോഡക്റ്റ് അവരുടെ ആരുടെയും പിറകിലൊന്നുമല്ല. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയും. വലിയൊരു ലോകം നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണിപ്പോൾ. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുകയാണ്. അതുകൊണ്ട് അത് അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് ഈ അവാർഡ് കിട്ടിയതിനേക്കാൾ. ഒന്ന്, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ ലോകം വളരെ വേഗം മാറുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ, ഈ ലോകം മാറുന്നതിൻ്റെ വേഗം ചിലപ്പോൾ നമ്മളൊക്കെ ഊഹിക്കുന്നതിനേക്കാൾ വളരെ വളരെ വേഗത്തിലാണ്. PTA പ്രസിഡന്റ് KS ലാലിച്ചൻ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ K ജയലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ദേവസ്വം പ്രസിഡന്റ് KK അശോക് കുമാർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു രാജീവ്, PTA വൈസ് പ്രസിഡന്റ് PS സനിൽകുമാർ, പ്രിൻസിപ്പൽ ബിജോ K കുഞ്ചറിയ, പ്രധാനാധ്യാപിക നിഷ ദയാനന്ദൻ, സീനിയർ അസിസ്റ്റന്റുമാരായ S പ്രവീൺ, NK സുപ്രിയ, സ്റ്റാഫ് സെക്രട്ടറി S സോളി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. ശക്തമായ മഴയിൽ ജില്ലയിൽ കനത്ത നാശനഷ്ടം. മരങ്ങൾ കടപുഴകി, വൈദ്യുത തൂണുകൾ തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. പലയിടങ്ങളിലും വീടുകളും വാഹനങ്ങളും തകർന്നു. മാവേലിക്കരയിൽ മരം വീണ സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. മരം വീണ വൈദ്യുതി കമ്പികളും തൂണുകളും തകർന്നു വീണതിനാൽ ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഇരുട്ടിലായി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 വീശിയടിച്ച കാറ്റാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നാശം വിതച്ചത്. കരുമാടി ഗവൺമെൻറ് ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ മേൽക്കൂര കാറ്റിൽ ഭാഗികമായി തകർന്നു. കിഴക്ക് ഭാഗത്തെ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു സമീപത്തെ റോട്ടിലേക്കും മറ്റു ക്ലാസ് മുറികളിലേക്കും വീണു. വിദ്യാർത്ഥികൾ പോയതിനു ശേഷമായതിനാൽ വൻ അപകടം ഒഴിവായി. മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ റോഡിൽ മരക്കൊമ്പ് പൊട്ടിവീണ് 2 സ്കൂട്ടർ യാത്രക്കാർക്ക് പരിക്കേറ്റു. ഒരു കാർ തകർന്നു. കാറ്റിൽ മാവേലിക്കര തെക്കേക്കര ചെട്ടിക്കുളങ്ങര മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. മാവേലിക്കര തട്ടാരമ്പലം മേഖലയിൽ 33 വൈദ്യുത തൂണുകൾ തകർന്നിട്ടുണ്ട്. കുട്ടനാട്ടിൽ ഒട്ടേറെ മരങ്ങൾ കടപുഴക്കി വീണു. പല സ്ഥലങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി ബന്ധവും നിലച്ചു. റോഡുകളിലേക്ക് മരം വീണ ഗതാഗത തടസ്സവും ഉണ്ടായി. തലവടി, എടത്വ, തകഴി, കേളമംഗലം പ്രദേശങ്ങളിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് 2 വീടുകളും കന്നുകാലിപ്പുരയും തകർന്നിട്ടുണ്ട്. പശുവിന് പരിക്കേറ്റു. പാടശേഖരത്തിൻ്റെ പുറംബണ്ടിൽ കെട്ടിയിരുന്ന വള്ളവും തകർന്നു. തെങ്ങ് വീണ വൈദ്യുത തൂണുകൾ ഒടിഞ്ഞു വീണു. ആലപ്പുഴ നഗരത്തിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീണു. അരൂർ തുറവൂർ എലിവേറ്റഡ് പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധം. കഴിഞ്ഞ കുറച്ചു നാളുകളായി അരൂർ തുറവൂർ ദേശീയപാതയിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാത്ര ദുരിതപൂർണമാണ്. കാലവർഷം കൂടി വന്നതോടെ കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. കൂടാതെ വാഹനങ്ങൾ ബ്ലോക്കിൽപ്പെടുന്നതിനാൽ വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്നവർക്കും യഥാസമയം വിദ്യാലയങ്ങളിലോ ഓഫീസുകളിലോ വീടുകളിലോ എത്തുവാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്.
അവശ്യ സർവീസായ ആംബുലൻസ്, പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡിന്റെ ദുരവസ്ഥ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇതിനെ തുടർന്ന് കുത്തിയതോട് ജംഗ്ഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങൾ തടസ്സപ്പെടുത്തി. തുടർന്ന് പോലീസും കമ്പനി അധികൃതരുമായി ചർച്ച വയ്ക്കുകയും ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥകളും ബുദ്ധിമുട്ടുകളും അധികൃതരെ ധരിപ്പിക്കുകയുമുണ്ടായി. നിലവിലെ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുവാനും വെള്ളക്കെട്ടുകളുള്ള ഭാഗങ്ങൾ ബ്ലാക്ക് സ്പോട്ടായി കണ്ടുകൊണ്ട് ആ ഭാഗങ്ങൾ ഉയർത്തുവാനും നിർദ്ദേശിച്ചിട്ടുള്ള യു-ടേൺ ഭാഗങ്ങളിൽ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണത്തക്ക വിധത്തിൽ ഗ്രിൽ സ്ഥാപിക്കുവാനും സ്കൂളുകൾക്ക് മുന്നിൽ ഗാർഡിനെ നിയമിക്കുവാനും അങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന നിരവധി വിഷയങ്ങൾ കമ്പനി അധികൃതരെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം MP, കളക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞതുപോലെ റോഡിന്റെ പ്രവർത്തനങ്ങൾ വരുന്ന ഞായറാഴ്ച മുതൽ തുടങ്ങുമെന്നും ആദ്യം ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചും നിലവിൽ ഉന്നയിച്ച കാര്യങ്ങൾ പരിഹരിച്ചു തരാമെന്നും അധികൃതർ വ്യക്തമാക്കി. കുത്തിയതോട് പോലീസ് SHO ആസാദിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കമ്പനി ഉദ്യോഗസ്ഥരായ വേണുഗോപാൽ, സദാനന്ദൻ, സുരേഷ് എന്നിവരും സമര നേതൃനിരയിൽ നിന്നും സനീഷ് പായിക്കാടൻ, അനിൽ ധനശ്രീ, സനൂപ് അസീസ്, തുറവൂർ ഷിഹാബ്, സജി പായിക്കാടൻ, ബിജിരാജ്, നജീബ് എന്നിവരും പങ്കെടുത്തിരുന്നു. കായംകുളം, കുന്നത്താലുംമൂട്, ചേരാവള്ളി പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി നാശനഷ്ടം. കായംകുളം, കുന്നത്താലുംമൂട്, ചേരാവള്ളി ഭാഗങ്ങളിൽ കനത്ത മഴയിലും കാറ്റിലും വൃക്ഷങ്ങൾ കടപുഴകി വീണ നിരവധി വീടുകൾക്ക് നാശനഷ്ടം. പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടുകൾ തകർന്നത്. 4ഓളം വീടുകളുടെ പുറത്തേക്ക് മരം വീണു. ഒരു വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. കുന്നത്താലുംമൂട് പുരുഷോത്തമൻ നായരുടെ വയലിറക്കത്തിലുള്ള വീടാണ് തകർന്നത്. ആകെയുള്ള 2 മുറികളുടെ മേൽക്കൂര അടക്കം തകർന്നിട്ടുണ്ട്. സമീപത്തെ വീടിന്റെ പുരയിടത്തിൽ നിന്ന് വൃക്ഷമാണ് ഒടിഞ്ഞു വീണത്. കുന്നത്താലുംമൂട് കൈപ്പള്ളി കിഴക്കത്തിൽ രാജന്റെ ഒറ്റമുറി തകര ഷീറ്റ് വീട്ടിലേക്ക് പ്ലാവ് മരം ഒടിഞ്ഞു വീണ് ഭാഗികമായി തകർന്നു. ടൈനൂസ് കായംകുളം. ചേർത്തലയിൽ വീട് കത്തിനശിച്ചു. ചേർത്തല നഗരസഭ 13-ാം വാർഡിൽ സുശീല പ്രഭാകരന്റെ വീടാണ് കത്തിനശിച്ചത്. ചേർത്തലയിൽ വീട് കത്തിനശിച്ചു. ചേർത്തല 13-ാം വാർഡിൽ പുത്തൻ വീട് സുശീല ദിവാകരന്റെ വീടാണ് കത്തി നശിച്ചത്. ഒരു മുറിയും വീട്ടിലുണ്ടായിരുന്ന വീട്ടുപകരണങ്ങളും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. അതിശക്തമായ കാറ്റും മഴ വന്നപ്പോൾ വീട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. അപ്പോൾ അത് അപ്പുറത്തെ വീട്ടുകാർ അറിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. പെട്ടെന്ന് ശക്തമായി എല്ലാം നശിച്ചു. വീട്ടിലെ ഉപകരണമെല്ലാം നശിച്ചു പോയി. ഏകദേശം 11:30 മണിയായി കാണും. വീടിൻ്റെ അകത്ത് മൊത്തം നശിച്ചു. സാധനങ്ങൾ നമ്മുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ നശിച്ചു. ഡ്രസ്സുകളെല്ലാം ഉപകരണങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുന്ന സമയത്താണ് ഞങ്ങൾ ഓടി വന്നത്. അതുകൊണ്ട് കൂടുതൽ അപായമൊന്നും ഉണ്ടായില്ല. ടൈനൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷം തിരുത്തലുകൾക്ക് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇടതുപക്ഷം സ്വയം വിമർശനത്തിന് തയ്യാറാകേണ്ട കാലഘട്ടമാണ് ഇതെന്നും ബിനോയ് വിശ്വം. ജില്ലയിൽ പക്ഷിപ്പനി പടരുന്നു. സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ കള്ളിങ് പ്രവർത്തനങ്ങൾ തുടരുന്നു. ജില്ലയിൽ 1,00,000-ലേറെ പക്ഷികളെ കൊല്ലും. ചേർത്തലയിലെ 7.5 കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ് പിന്നിൽ ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമെന്ന് സൂചന. ബാങ്ക് ഇടപാടുകളുടെ പരിശോധന ആരംഭിച്ചു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. കായംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. ആശുപത്രിയിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.